പാക് അധീന കശ്മീരിൽ നാൾക്ക് നാൾ കൂടുമ്പോൾ പ്രക്ഷോഭം കൂടുതൽ ശക്തമായി വരുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നു. അവിടെ ഇന്റർനെറ്റ് വിച്ഛേദിച്ചിരിക്കുന്നു. സ്ത്രീകളെയും കുട്ടികളെയും അടക്കം കൊന്നൊടുക്കുന്ന കാഴ്ച നമുക്ക് കാണാനായി സാധിക്കുന്നു. പോരാത്തതിന് പാക് അധീന കശ്മീരിൽ ഓരോ ദിവസവും 100-150 പേരാണ് മരിച്ചു വീഴുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും വലിയ ജനകീയ പ്രതിഷേധം അവിടെ നടക്കുകയാണ്. ഈ പ്രദേശം യഥാർത്ഥത്തിൽ സ്വതന്ത്ര കശ്മീർ അല്ല, ഈ പ്രദേശം യഥാർത്ഥത്തിൽ പാകിസ്ഥാന്റെ ഒരു ഭാഗമല്ല എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. ഇത് പാകിസ്ഥാൻ അധിനിവേശത്തിന് പ്രദേശമല്ല എന്നാണ് അവർ പറയുന്നത്. ഇത് ഇന്ത്യയുടെ ഭാഗമാണ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. എന്തായാലും മുസാഫറാബാദിലേക്ക് വലിയൊരു ലോങ് മാർച്ച് കഴിഞ്ഞ ദിവസം അവർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. കൂടുതൽ രാഷ്ട്രീയ അവകാശങ്ങൾ, മെച്ചപ്പെട്ട ഭരണ സംവിധാനം, അറസ്റ്റിലായ നേതാക്കളെയും പ്രവർത്തകരെയും മോചിപ്പിക്കുക, പാകിസ്ഥാൻ കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണം കുറയ്ക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്ന് പറയുന്നത്. എന്തായാലും പാകിസ്ഥാൻ ഇവിടേക്ക് കൂടുതൽ സുരക്ഷാ സേനയെ വിന്യസിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഇന്ത്യ കടുത്ത ജാഗ്രതയിലാണ്. കാരണം അവിടെ ഒരു പ്രതിഷേധം നടക്കുന്നു എന്ന് പറയുമ്പോഴും പാകിസ്ഥാൻ അവിടെ കൂടുതൽ സേനകളെ വിന്യസിക്കുമ്പോൾ ഇപ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ വിദഗ്ധർ പ്രധാനമായിട്ടും പറയുന്നത് പാകിസ്ഥാനിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ ഇന്ത്യയിലേക്കുള്ള യുദ്ധസാധ്യത കൂട്ടുമെന്നാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ പാക് അധീന കശ്മീരിലേക്ക് പാകിസ്ഥാൻ സേന കൂടുതലായി വരുമ്പോൾ അതിനെ വലിയ ജാഗ്രതയോടെ തന്നെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പാകിസ്ഥാൻ നിലവിൽ സാമ്പത്തികമായും മാനസികമായും ആയുധപരമായും എല്ലാം തകർന്നു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ട് അവർ എത്രത്തോളം പാകിസ്ഥാനിൽ ഈ കലാപങ്ങൾ വർദ്ധിക്കും. നമുക്കറിയാം, ബലൂചിസ്ഥാനിൽ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞു, ബലൂചിസ്ഥാൻ അത് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ പാക് അധീന കശ്മീർ സ്വാതന്ത്ര്യത്തിനായി മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഖൈബർ പഖ്തൂൺഖയിൽ വലിയ പ്രതിഷേധം നടക്കുകയാണ്. സിന്ധ് പ്രവിശ്യ ഇന്ത്യയിലേക്ക് ആരും പറയാതെ തന്നെ വന്നു ചേരുമെന്ന് രാജ്നാഥ് സിംഗ് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ ഒരു സാഹചര്യത്തിലെല്ലാം തന്നെ പാകിസ്ഥാൻ ഇന്ത്യയുടെ അതിർത്തിയിലേക്ക്, അതായത് പാക് അധീന കശ്മീർ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ അതിർത്തിയാണ്, ആ അതിർത്തിയിലേക്ക് കൂടുതൽ സൈന്യത്തെ കൊണ്ടുവരുമ്പോൾ ഇന്ത്യ വലിയ ജാഗ്രത പുലർത്തി തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ നമുക്ക് ലഭിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.